കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്രൈസ്തവ സഭാ പ്രവർത്തനങ്ങളുടെ സുതാര്യതയ്ക്ക് ചർച്ച് ആക്ട് അനിവാര്യമോ എന്ന ചോദ്യം മുൻനിർത്തി കലൂർ റിന്യൂവൽ സെന്ററിൽ നവംബർ 8-ന് സിംബോസിയം സംഘടിപ്പിക്കുന്നു. ചർച്ച് ആക്ട് നമ്മുടെ സഭയിലെ സഭകളുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യതയ്ക്ക് ചർച്ച് ആക്ട് അനിവാര്യമോ എന്നുള്ള ഒരു സിംബോസിയം നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് ഈ വരുന്ന നവംബർ 8-ാം തീയതി ശനിയാഴ്ച, വരുന്ന 8-ാം തീയതി ശനിയാഴ്ച കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് ആണ് നടത്തുന്നത്. ആ സിംബോസിയത്തിൽ നമ്മുടെ സിംബോസിയം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനായ സെബാസ്റ്റ്യൻ പോൾ സാറാണ്, XMB. അതുപോലെ തന്നെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ നേതാവ് ഫെലിക്സ് ജെ പുല്ലൂടാൻ, അതുപോലെ ചർച്ച് ആക്ടുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്, അഡ്വക്കേറ്റ് വർഗീസ് പറമ്പി, അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, അതുപോലെ തന്നെ ശ്രീ MJ ജോസഫ് പണപ്പാട്ടുപറമ്പിൽ നമ്മുടെ സംഘടനയുടെ ആള്, ശ്രീ ജോസ് പാറേക്കാട്ടിൽ, ശ്രീ ഷിജു സെബാസ്റ്റ്യൻ, ശ്രീ പോൾ ചെതലൻ, ശ്രീ ഷൈബി പാപ്പച്ചൻ എന്നിവർ ഈ സിംബോസിയത്തിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും. ഒപ്പം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ച് നമ്മൾ പിന്നെ സഭയ്ക്കും, നമ്മുടെ സഭയ്ക്കും വിവിധ സഭകൾക്കും പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അതിനൊരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ആക്ടിനെ പറ്റി അവിടെ ഉരുത്തിരിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു പിന്നെ കാര്യങ്ങൾ അവിടെ സമർപ്പിക്കും. ഈ സംഘം, CNAയുടെ സംഘം സമർപ്പിക്കും. ഞങ്ങൾ പറയുന്നത് ചർച്ച് ആക്ട് സഭകളുടെ പ്രവർത്തനങ്ങൾക്ക് സുതാര്യമാണ്, ഉതകുന്നതാണോ എന്നുള്ളതാണ്. നമുക്കറിയാം പല പല സഭകളിലും ഇപ്പോൾ നിരവധിയായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഭൂമി വിവാദങ്ങൾ, അതുപോലെ തന്നെ രതിവൈകൃതങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഈ ചർച്ച് ആക്ട് വന്നാൽ അതിന് അതുകൊണ്ട് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്നുള്ളൊരു എത്തിനോട്ടമാണ് നമ്മൾ ഈ സിംബോസിയത്തിലൂടെ രക്ഷപ്പെടുന്നത്. അത് പിന്നെ വിവിധ രൂപതകളിലെ സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നുള്ള ആളുകൾ ഈ സിംബോസിയത്തിൽ പങ്കെടുക്കും. അതിലേക്ക് പത്രക്കാരെ എല്ലാവരെയും നിങ്ങളെ ആദ്യമേ ക്ഷണിക്കട്ടെ. നിങ്ങളെല്ലാവരും അതിനകത്ത് വരണം, റിപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയട്ടെ. മറ്റൊന്ന്, ഞങ്ങൾ ഈ വിഷയം ഉയർത്തി ഇനി അങ്ങോട്ട് നിരവധി സമര പരിപാടികളെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നീടുള്ള ഒരു അവസരത്തിൽ പറയാം. ഇതിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങളും ലിസ്റ്റുകളൊക്കെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ MJ ജോസഫ് സാറ്, പിന്നെ ചർച്ച് ഗ്രീൻ മൂവ്മെന്റ്, അതായത് ഇപ്പോൾ നമുക്കറിയാം, അതിനെപ്പറ്റി അദ്ദേഹം വിശദമായി സംസാരിക്കും. നമ്മുടെ കാർബൺ എമിഷൻ്റെ കുറച്ചുകൊണ്ട് വരുന്നതിനായിട്ട് ഇൻ്റർനാഷണൽ തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പോയി സമ്മതിച്ചു പോന്നിട്ടുള്ളൊരു കാര്യമാണ് 2030 ഇന്ത്യയുടെ കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് വരുന്നതിനായി എഫോറസ്റ്റേഷൻ, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രോഗ്രാം 2.5 കോടി ഹെക്ടർ സ്ഥലത്ത് ചെയ്യുമെന്ന്. 2.5 കോടി ഹെക്ടർ സ്ഥലത്തുകൂടി ഫോറസ്റ്റേഷൻ നടപ്പാക്കുമെന്നും കാർബൺ എമിഷനെ കുറയ്ക്കുമെന്നും സമ്മതിച്ചു പോന്നിട്ടുള്ളതാണ്. ഇതിനെ സഹായിക്കാനായി ഇതിൻ്റെ പാർട്ടായിട്ട് സദ്ഗുരുവും ശ്രീ രവിശങ്കറും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ശ്രമങ്ങളൊന്നും എങ്ങും എത്തുന്നില്ല. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഭകൾക്ക് ഇതിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ 7 കോടി ഹെക്ടർ സ്ഥലം സഭയുടേതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. 7 കോടി ഹെക്ടർ സ്ഥലം. ഇത്രയും സ്ഥലത്തിൽ 5 കോടി സഭയുടെ ഇപ്പോഴത്തെ പ്രസ്ഥാനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഉണ്ടെന്ന് വെച്ചു. അതിനൊന്നും ശരിയായ കണക്കുകളില്ല. ഈ കണക്കുകളൊക്കെ വേണമെന്നാണ് ഞങ്ങൾ ചർച്ച് ആക്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 7 കോടി ഹെക്ടർ സ്ഥലത്ത് നിന്നും ഒരു 2.5 കോടി ഹെക്ടർ ഈ മിഷന് വേണ്ട 2.5 കോടി
ഹെക്ടർ സ്ഥലവും മാറ്റിവെക്കുന്നതിന് സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. പക്ഷേ CNA ആവശ്യപ്പെടുന്നത് 1 കോടി ഹെക്ടർ എങ്കിലും സഭ ഗ്രീൻ കാനോപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീൻ ഇന്ത്യ മിഷൻ GIC എന്ന പേരിൽ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രസ്ഥാനം ഇതിനു വേണ്ടി, അതാണ് അതിൻ്റെ അപ്പെക്സ് ബോഡി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ചർച്ച് മൂവ്മെൻറ്റ്, ഇതാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. CNAയുടെ മറ്റൊരു പ്രവർത്തന മേഖലയായി നമ്മൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഗ്രീൻ ചർച്ച് മൂവ്മെൻറ്റ്, GCH. ഇത് നമ്മുടെ പ്രസന്റ് തലമുറയ്ക്ക് മാത്രമുള്ളതല്ല, ഇത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയുള്ള സഭയുടെ ഭാഗത്തു നിന്നുള്ള ദൈവ സാന്നിധ്യമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു മിഷനായിട്ട് ഇത് മാറ്റിയെടുക്കണം. സഭയ്ക്ക് ലോകത്തെ ഒരു സസ്റ്റൈനബിളായിട്ട് നിലനിർത്താൻ സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഇതായിരിക്കും. അതുകൊണ്ട് 1 കോടി ഹെക്ടർ സ്ഥലമെങ്കിലും സഭ ഗ്രീനറിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങണമെന്നും ഞങ്ങൾ നിങ്ങളോട് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്നും ഈ ആശയങ്ങൾ സമൂഹത്തിൽ പങ്കുവെക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിന് അനുകൂലമായ ഒരു ചുറ്റുപാട് ഉണ്ടാവുകയുള്ളൂ. 8-ാം തീയതി കലൂർ റിന്യൂവൽ സെൻറ്ററിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ നടത്തുന്ന ചർച്ച് ആക്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സിമ്പോസിയം അതിൻ്റെ കോർഡിനേറ്ററാണ്. അന്ന് അവിടെ 10 മുതൽ 4 വരെ നടത്തപ്പെടുന്ന ആ സിമ്പോസിയം റിട്ടയർഡ് ജസ്റ്റിസ് ഉൾപ്പെടെ അതുപോലെയുള്ള നിയമവിദഗ്ധർ അവിടെ ആശയം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ഒരു നിവേദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രോഡീകരിച്ച് അത് സമൂഹത്തിന് നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, ഇവിടെ കത്തോലിക്ക സഭ ഉൾപ്പെടെ സീറോ മലബാർ സഭ എന്ന റീത്ത് ഉൾപ്പെടെ ഭാരതത്തിൽ അനേകം ക്രൈസ്തവ ഡിനോമിനേഷൻസ്, ക്രൈസ്തവ സഭകളുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ സമ്പത്ത് എത്രയാണെന്ന് പോലും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ബിഷപ്പുമാരുടെ കയ്യിൽ, ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസികളെക്കാൾ കൂടുതൽ ഈ ബിഷപ്പുമാർ ഇത് കൈയടക്കി വെച്ചിരിക്കുന്നു. വിശ്വാസികൾക്ക് നാമമാത്ര പരിഗണനയാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ചർച്ച് ആക്ട് വന്നാൽ ഇതിന് കൃത്യമായ കണക്കുകളും അതുപോലെയുള്ള നിയന്ത്രണങ്ങളും ഗവൺമെൻറ് തലത്തിൽ ഭരണഘടന അനുസൃതമായിട്ട് നടക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സിമ്പോസിയം സഭകളുടെ കുത്തഴിഞ്ഞ പ്രവർത്തനവും